സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ ആണ്. ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഓപ്പൺ സിസ്റ്റം ഉണ്ട്. ആൻഡ് ആ ഓപ്പൺ സിസ്റ്റത്തിൽ 1 2 3 അങ്ങനെ നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ N1 N2 എക്സെട്ര Ni എന്ന് പറയുന്നു. ഓക്കെ, കറസ്പോണ്ടിങ് കെമിക്കൽ പൊട്ടൻഷ്യലിന് ഓരോ കമ്പോണൻസിനും കെമിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെ നമ്മൾ μ1 μ2 μ3 എക്സെട്ര μi എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ പറയുന്നത് ഇതിൽ ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് dμ1. ഈ dμi, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ബാക്കിയുള്ള കമ്പോണന്റിനെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള കമ്പോണൻസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിലും കറസ്പോണ്ടിങ് ചേഞ്ചസ് വരും. ഓക്കെ, അതാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ പറയുന്നത്. കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് one component of a mixture cannot change independently of the chemical potential of the other components. അതായത് മറ്റുള്ള കമ്പോണൻസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്താൽ, ഒരു മിക്സ്ചറിൽ ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ള കമ്പോണൻസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനെ അഫക്ട് ചെയ്യും എന്നാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷൻ നോക്കാം. നമുക്കറിയാം കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റി ആണ്. പാർഷ്യൽ മോളാർ പ്രോപ്പർട്ടിയിലെ ആ എക്സിന് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി കൊടുക്കുന്ന സമയത്ത് പാർഷ്യൽ മോളാർ ഗിബ്സ് ഫ്രീ എനർജി ആണ് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റത്തിന് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, N1 N2 എക്സെട്ര Ni ആണ്. അപ്പൊ നമുക്ക് dg എങ്ങനെ എഴുതാൻ പറ്റും? dg ഈസ് ഈക്വൽ ടു ∂g by ∂t at constant pressure N1 N2 എക്സെട്ര Ni dt plus ∂g by ∂p at constant temperature N1 N2 എക്സെട്ര Ni Tp. ഇനി വരുന്ന ടേംസ് ഒക്കെ ഏതൊക്കെയാണ്? കെമിക്കൽ പൊട്ടൻഷ്യൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടേം ആണ്. അതായത് ∂g by ∂n1. ഓക്കെ, ∂g by ∂n1 അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? μ1. സോ μ1 dn1 പ്ലസ് μ2 dn2 പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എന്ത് സംഭവിക്കും? നമുക്കറിയാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ dt അതുപോലെ തന്നെ dp എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഫസ്റ്റ് 2 ടേംസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് dg എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? dg is equal to μ1 dn1 പ്ലസ് μ2 dn2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്താൽ g is equal to μ1 n1 പ്ലസ് μ2 n2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 ആൻഡ് ഇത് ഇക്വേഷൻ 2. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 2നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് dg എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് അറിയാം ഇത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ നമ്മൾ എഴുതാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതുപോലെ നമ്മൾ എല്ലാ കമ്പോണന്റിന്റെയും എഴുതണം. സോ എന്ത് വരും? μ2 dn2 പ്ലസ് n2 dμ1 പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഈ dn1 dn2 എന്ന് പറയുന്ന ടേംസിനെ ഒരുമിച്ചും dμ1 dμ2 എന്ന് പറയുന്ന ടേംസിനെ ഒരുമിച്ചും എഴുതാണ്. അപ്പൊ നമുക്ക് എന്ത് വരും? dg is equal to μ1 dn1 പ്ലസ് μ2 dn2 പ്ലസ് എക്സെട്ര പ്ലസ് n1 dμ1 പ്ലസ് n2 dμ2 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി ഇക്വേഷൻ 1 കമ്പയർ ചെയ്ത് നോക്കിക്കേ. μ1 dn1 μ2 dn2 എന്ന് പറയുന്നത് എന്താണ്? μ1 dn1 μ2 dn2 എന്ന് പറയുന്നത് dg ആണ്. μ1 dn1 μ2 dn2 പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് dg തന്നെയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dg is equal to dg പ്ലസ് n1 dμ1 പ്ലസ് n2 dμ2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ dgനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ dg മൈനസ് dg 0 ആവും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n1 dμ1 പ്ലസ് n2 dμ2 പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് സിഗ്മ ni dμi ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ പറയുന്നത്. ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന്. അത് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പോണൻസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. നമ്മൾ 2 കമ്പോണന്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. 2 കമ്പോണന്റ് സിസ്റ്റം. ഓക്കെ, ഒരു 2 കമ്പോണന്റ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഈ ഇക്വേഷൻ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? n1 dμ1 പ്ലസ് n2 dμ2 is equal to 0. So n1 dμ1 is equal to minus n2 dμ2. Okay,
ഇപ്പോൾ സപ്പോസ് നമ്മൾ d μ1 ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരികയാണ്, അതായത് ഫസ്റ്റ് കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ d μ1 സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷന്റെ LHS പോസിറ്റീവ് ആയി. സോ RHS എന്താണ്? പോസിറ്റീവ് ആവണം. അപ്പൊ RHS പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് ബാലൻസ് ചെയ്യാൻ എന്ത് വേണം? ഈ d μ2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. d μ2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. സോ നമ്മൾ ഫസ്റ്റ് കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തപ്പം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? സെക്കൻഡ് കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ കമ്പോണന്റിന്റെ ഒരു മിക്സ്ചറിൽ ഓരോ കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷൻ ജനറൽ ആയിട്ട് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കേസിലാണ് പറഞ്ഞത്. കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ദാറ്റ് ഈസ് സിഗ്മ Ni dxi. അതായത് നമ്മൾ പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റി കെമിക്കൽ പൊട്ടൻഷ്യൽ ആയ കേസാണ് പറഞ്ഞത്. ജനറൽ ആയിട്ട് ഏത് പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റിക്കും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ജനറലൈസ്ഡ് ഫോം ഓഫ് ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസ് ആണ്. ഓക്കെ, കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസ് ആണ്. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളെ കയ്യിൽ ഒരു ഓപ്പൺ സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി ഫേസ് മൾട്ടി കമ്പോണന്റ് സിസ്റ്റം ആണ്. മൾട്ടി ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി ഫേസ് മൾട്ടി കമ്പോണന്റ് സിസ്റ്റം ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫേസസും ഒന്നിൽ കൂടുതൽ കമ്പോണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ മൾട്ടി ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഫേസ്. രണ്ട് ലിക്വിഡ് ലെയേഴ്സ് ആണ് ഫേസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. ഇത് ഫസ്റ്റ് ഫേസ്, ഇത് സെക്കൻഡ് ഫേസ്. ഓക്കെ, മൾട്ടി കമ്പോണന്റ് ആണ്, അതായത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് N1 N2 N3 എക്സെട്ര ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഫേസിൽ ഇത് രണ്ടും ലിക്വിഡ് ലെയർ ആണ്. അപ്പൊ എന്താണ്? ഓരോ ഫേസിലും ഫസ്റ്റ് കമ്പോണന്റ് രണ്ട് ഫേസിലും കാണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റിന്റെ ഫസ്റ്റ് ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ μ1ഉം സെക്കൻഡ് ഫേസിലുള്ളത് μ1'ഉം. അതുപോലെ തന്നെ സെക്കൻഡ് കമ്പോണന്റ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഫേസിൽ μ2ഉം സെക്കൻഡ് ഫേസിൽ μ2'ഉം. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഫേസിൽ നിന്നും, ദാറ്റ് ഈസ് ഫേസ് 1ൽ നിന്നും ഫേസ് 2വിലേക്ക് dN1 dN2 dN3 നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻസ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. dN1 dN2 എക്സെട്ര മോൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫേസിന്റെ ചേഞ്ചിങ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് μ1 dN1 പ്ലസ് μ2 dN2 പ്ലസ് എക്സെട്ര. ദെൻ സെക്കൻഡ് ഫേസിൻ്റെത് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ആണ്. അപ്പൊ എന്ത് വരും? μ1 dN1 പ്ലസ് μ2 dN2 പ്ലസ് എക്സെട്ര എന്ന് വരും. സോ ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് dG2 മൈനസ് dG1 ആണ്. അപ്പൊ എന്ത് വരും? μ1 dN1 പ്ലസ് μ2 dN2 പ്ലസ് എക്സെട്ര മൈനസ് μ1 dN1 പ്ലസ് μ2 dN2 പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, അതിൽ നമ്മളൊന്ന് ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം μ1 മൈനസ് μ1 ഇൻറ്റു dN1. അതായത് ഈ ടേമിനെയും നമ്മൾ ഒരുമിച്ച് എഴുതി, രണ്ടിലും dN1 കോമൺ ആണ്, പുറത്തെടുത്തു. പ്ലസ് μ2 മൈനസ് μ2 dN2 പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് dG ആണ്. ഇനി ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുക? ഇക്വിലിബ്രിയം നമുക്കറിയാം dG ഈസ് ഈക്വൽ ടു 0. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ dG എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഡെൽറ്റ ജി അല്ലെങ്കിൽ dG എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എഴുതാം μ1 മൈനസ് μ1 dN1 പ്ലസ് μ2 മൈനസ് μ2 dN2 ഈക്വൽ ടു പ്ലസ് എക്സെട്ര ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഹോൾ ഇക്വേഷൻ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ടേമും 0 ആയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? μ1 മൈനസ് μ1 dN1 is equal to μ2 മൈനസ് μ2 dN2 is equal to എല്ലാ ടേമും എന്താണ്? 0 ആണ്. അപ്പൊ നമുക്കറിയാം dN1 and dN2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ട്രാൻസ്ഫർ ചെയ്തതാ, അതൊരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റിയാ, അത് 0 അല്ല. സോ സ്വാഭാവികമായിട്ടും എന്താ 0 ആവുക? μ1 ഈ ടേം ആണ് 0 ആവുക. സോ μ1 മൈനസ് μ1 is equal to μ2 മൈനസ് μ2 is equal to 0. സോ നമുക്ക് ഇങ്ങനെ എഴുതാം μ1 is equal to μ1. അതുപോലെ തന്നെ μ2 is equal to μ2 എന്ന് എഴുതാം. കാരണം μ1 മൈനസ് μ1 എന്ന് പറയുന്നത് 0 ആണ്. സോ μ1 is equal to μ1, μ2 is equal to μ2. അപ്പൊ ഇതിന് എന്താ നമുക്ക് മനസ്സിലായത്? For equilibrium at constant temperature and pressure in a multi-component multi-phase system, chemical potential of each constituent must be same in all phases. അതായത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മൾട്ടി ഫേസ് മൾട്ടി കമ്പോണന്റ് സിസ്റ്റം ആണ്.
അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം എത്തുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഓരോ കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും ഓരോ ഫേസിലും എന്തായിരിക്കും സെയിം ആയിരിക്കും. ഫോർ ഇക്വിലിബ്രിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ എ മൾട്ടി കമ്പോണന്റ് multi-phase system, chemical potential of each constituent must be same in all phases. So അതാണ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസ്. നമ്മൾ ഇന്ന് ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷനും അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസും ഡിസ്കസ് ചെയ്തു.